ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പേപ്പർ ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അതും ഫ്രീ ആയിട്ടുള്ള ഒരു വെർഷനാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ട്രേഡിങ്ങിനെ പറ്റിയിട്ടും പല പാറ്റേൺസിനെ പറ്റിയിട്ടും എൻട്രീനെ പറ്റിയിട്ടും എക്സിറ്റിനെ പറ്റിയൊക്കെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാനായിട്ട്, അതായത് നമ്മളുടേതായിട്ടുള്ള ഓൺ സ്ട്രാറ്റജി കണ്ടെത്താനായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം പേപ്പർ ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത്. ഇത് ഫ്രീ ആണ്. tradingview.com ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങളതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മൊബൈൽ വെർഷൻ അവൈലബിൾ ആണ്. ബട്ട് അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മൊബൈൽ വെർഷൻ യൂസ് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടെ ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്കൊരു സിസ്റ്റത്തിൽ തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളിപ്പോൾ tradingview.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടും. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ പ്രൊഡക്റ്റ് എന്നതിൽ ചാർട്ട് എന്നുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ട് ലഭിക്കും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ BTC എന്നുള്ളടത്ത് ചിലപ്പോൾ മറ്റേതെങ്കിലും കോയിനായിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, BTC USDT എന്ന് സെർച്ച് ചെയ്യുക. BTC USDT സെർച്ച് ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചുകളുടെ ചാർട്ടും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ബൈനാൻസ് യൂസ് ചെയ്യുന്നവർക്ക് ബൈനാൻസ് സെലക്ട് ചെയ്യാം, ബൈബിറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ബൈബിറ്റ് സെലക്ട് ചെയ്യാം. മറ്റേതെങ്കിലും എക്സ്ചേഞ്ച് ആണോ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൻ്റെ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചാർട്ട് കാണാനായിട്ട് പറ്റും. ആ ഒരു BTCന്ന് തൊട്ടപ്പുറത്ത് തന്നെ ടൈം ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് ടൈം ഫ്രെയിമാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. 4 അവർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാൻഡിൽസും 4 അവറിനെ ആയിരിക്കും പ്രതികരിക്കുക. 1 അവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ക്യാൻഡിൽസും 1 അവറിനെയാണ് പ്രതികരിക്കുക. നമ്മൾ മുമ്പ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ പറഞ്ഞു. ഞാനിപ്പോൾ ഡേ ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേ ചാർട്ട് എന്ന് പറയുമ്പോൾ ഓരോ ക്യാൻഡിൽസും 1 ഡേനെ ആയിരിക്കും പ്രതികരിക്കുക. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങും കാര്യങ്ങളും അറിയാനായിട്ട് ജസ്റ്റ് ഈ ഒരു മൗസ് ഈ ഒരു ക്യാൻഡിലിൽ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് അവിടെ നിങ്ങൾക്ക് ആ കറണ്ട് പ്രൈസും അതിന് തൊട്ട് താഴെയായിട്ട് ആ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് ഇനി എത്ര സമയമുണ്ട് എന്നത് കാണിക്കും. പലരും എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പലർക്കും റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഇനി എത്ര സമയം ബാക്കിയുണ്ട് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസിൻ്റെ ഒപ്പം തന്നെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറണ്ട് പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചാർട്ടിൽ. ഓക്കെ, ഇതിൻ്റെ ബേസിക് ടൂൾസ് ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ക്യാൻഡിൽ ക്ലോസിങ്ങിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എവിടെ നോക്കാമെന്ന് നമ്മൾ പറഞ്ഞു, പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു 4 അവർ ടൈം ഫ്രെയിമിലേക്ക് ആക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 അവറിനെയാണ് പ്രതികരിക്കുന്നത് ഓരോ ക്യാൻഡിൽസും. നമ്മളിവിടെ ഒരുപാട് പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ എന്താ പറയുക, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, അതുപോലെ തന്നെ നമ്മളുടെ ഡൗൺ ട്രെൻഡ്, അപ്പ് ട്രെൻഡൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, സൈഡ് വേസ് മൂവ്മെൻറ്റ്, മാർക്കറ്റ്, അപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്യാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടൂൾസ് എവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ തന്നെ നിങ്ങൾക്ക് ടൂൾ ബോക്സ് കാണാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈൻ വരയ്ക്കാനായിട്ട് ഈ ഒരു ടൂളാണ് നമ്മൾ എടുക്കുക. നമുക്ക് സെൽഫായിട്ട് എടുക്കാം. അതിനുശേഷം അതിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. താഴെ ലോക്ക് ഓപ്ഷൻ ഉണ്ട്, ലോക്ക് ചെയ്യാം. അപ്പോൾ ചേഞ്ചസ് ഒന്നും വരില്ല. പിന്നീട് നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അൺലോക്ക് ചെയ്തിട്ട് വേണം പിന്നീട് റിമൂവ് ചെയ്യാനായിട്ട്. അതിൽ തന്നെ നമുക്കിപ്പോൾ ഒരു ആരോ വരയ്ക്കണം, ഈ ഒരു ഏരിയയിലേക്ക് ഒരു ആരോ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരോ വരയ്ക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മുകളിൽ കളർ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ആ ഒരു ഓപ്ഷനിൽ പിന്നെ നമുക്ക് വരുന്ന ഒരു നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ വെച്ച് വരയ്ക്കുമ്പോൾ, ഞാൻ കാണിച്ചു തരാം, ഒരു ട്രെൻഡ് ലൈൻ വെച്ച് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളിവിടെ പറയുന്ന പ്രൈസിലൊക്കെ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതൊരു കറക്റ്റായിട്ടുള്ള ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക. നിങ്ങൾ ആ ഒരു സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് അത് വന്നിട്ടുണ്ടാവും. നമ്മൾ ഒരു എന്താ പറയുക, ട്രെൻഡ് ലൈൻ വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഇത്രയും വലിയൊരു ചാർട്ടിൽ വരയ്ക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും.
വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പാരൽ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു സൈഡ് വേസ് മാർക്ക് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ വരയ്ക്കുക, താഴേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ അവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഡൗൺ ട്രെൻഡ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡൗൺ ട്രെൻഡ് കിട്ടി. ഇതേപോലെ മറ്റൊരു ഡൗൺ ട്രെൻഡ് മാർക്ക് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് വെറുതെ ടൂൾ എടുത്ത് കാണിക്കുന്നതുള്ളൂ, കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരു അപ് ട്രെൻഡ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമ്മളൊരു അപ് ട്രെൻഡ് കണ്ടു. സോ ഇതേപോലെ നമ്മൾ അപ് ട്രെൻഡ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ പാരലൽ ചാനൽസിൻ്റെ ടൂൾസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതായത് ഓരോ ട്രെൻഡ് ലൈൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരലൽ ചാനൽ വരയ്ക്കാം. ഇതേപോലെ ട്രെൻഡ് വെച്ചിട്ടും നമുക്ക് പാരലൽ ചാനൽ വരയ്ക്കാം. പക്ഷെ കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പാരലൽ ചാനൽ ടൂള് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാർക്കൊക്കെ ഇപ്പോൾ ഈ ഒരു വോളിയം മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ അങ്ങനെ ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൂള് ബ്രഷ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഏരിയാസ് നമ്മളൊരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ റെക്റ്റാങ്കിൾ എന്നുള്ളൊരു ഇതെടുത്തിട്ട് നമ്മുടെ ഒരു ഡിമാൻഡ് സൂൺ, അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ സൂൺ, അങ്ങനെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ഏരിയ ആയിട്ട് ഈ ഒരു ടൂൾ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് പ്രധാനമായിട്ട് യൂസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റാണ്. എന്തെങ്കിലും ടെസ്റ്റ് കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ. അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ആരോ കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ആരോ എടുത്ത് വെക്കാം. അതുപോലെ താഴെ ഇവിടെ ഒരുപാട് ഐക്കൺസ് നമുക്കുണ്ട്, ചെറിയ ചെറിയ ആരോസ്. നമുക്ക് ഓരോ ഏരിയാസ് മാർക്ക് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും, അത് ജസ്റ്റ് കോപ്പി ചെയ്ത് വീണ്ടും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഏരിയയിലേക്ക് മാർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തൊട്ട് താഴെ പാറ്റേൺ എന്ന് പറയണ ഇതിൽ നമുക്ക് അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺസ് അവിടെ ലഭിക്കും. ഇപ്പോൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നിങ്ങൾ കണ്ടു എന്നിരിക്കട്ടെ, ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു മിനിറ്റ്, നമ്മളൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫൗണ്ട് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഇവിടെ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വരയ്ക്കണം എന്നിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അത് എടുക്കുന്നു. അവിടെ ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിൻ്റെ നെക്ക് ലൈൻ കിട്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് അതിൻ്റെ ടാർജറ്റ് ഏരിയാസ് ഒക്കെ നോക്കാം. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർജറ്റ് ഏരിയ. ഇതേപോലെ നമുക്കിത് മാർക്ക് ചെയ്യാനും ഒക്കെ ഈ ടൂൾസ് ഉപയോഗിക്കാം. അതുപോലെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ഈ സ്കെയിൽ നിന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു മാർക്കറ്റിൻ്റെ ഡൗൺ അല്ലെങ്കിൽ അപ്പൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ അപ്പ് നോക്കണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഇപ്പം അപ്പ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൂൾ വെച്ചിട്ട് നോക്കാനായിട്ട് പറ്റും. ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ടൂൾസും കാര്യങ്ങളും ഇതാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്ത് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു പാറ്റേൺസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാം, നമ്മളിവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കണ്ടു. സോ നമുക്കറിയാം അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി, നമുക്കൊരു ഡൗൺ ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു ടൂളിൻ്റെ അടുത്ത് പാറ്റേണിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് പ്രെഡിക്ഷൻ മെഷർമെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിൽ ലോങ് പൊസിഷൻ ആൻഡ് ഷോർട്ട് പൊസിഷൻസ് ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താ, ഷോർട്ടാണ്. അതായത് മാർക്കറ്റ് താഴേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ഷോർട്ട് പൊസിഷൻ ക്ലിക്ക് ചെയ്യുന്നു. ടാർജറ്റ് ഏരിയ എന്നുള്ളത് ഈ ഒരു ഗ്രീൻ കളറിൽ കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡേറ്റ് ഏരിയ എന്നുള്ളത് നമ്മുടെ റെഡ് കളറിൽ കാണിക്കും. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഏതാണോ അവിടേക്ക് ഇത് സെറ്റ് ചെയ്യുക. ടാർജറ്റ് ഏരിയയിലേക്ക് ഇത് വലിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു പാറ്റേൺ കണ്ട് ഫോം ആയിക്കഴിഞ്ഞാൽ നമ്മളിത് ജസ്റ്റ് ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യുന്നു. നമുക്കറിയാൻ പറ്റും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ മാർക്കറ്റ് പോയോ ഇല്ലയോ എന്ന്. അപ്പോൾ മാർക്കറ്റ് നമ്മൾ താഴേക്ക് പോകുന്നതാണ് ചിന്തിച്ചെങ്കിൽ അതിന് ഓപ്പോസിറ്റാണ് മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രെയിൽ ഫെയിലിയർ ആയിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈസയൊന്നും നഷ്ടപ്പെടില്ല. ഇത് തികച്ചും സൗജന്യമാണ്. അതുപോലെ തന്നെ നമ്മളതൊരു പേപ്പർ ട്രേഡാണ് ചെയ്യുന്നത്. യാതൊരുവിധ എമൗണ്ടും നിങ്ങൾക്ക് ആവശ്യമില്ല. സോ ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നിങ്ങളൊരു ലോങ് പൊസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു അപ് ട്രെൻഡ്, ഇവിടെ നമ്മളൊരു പാരലൽ ചാനൽ എടുത്ത് ഇവിടെ ഒരു അപ് ട്രെൻഡിൽ പാറ്റേൺ കണ്ടെന്നിരിക്കാം.
ഓക്കെ, അപ് ട്രെൻഡിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ പ്രകാരം നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു എൻട്രി വെക്കാം. അപ്പോൾ നമ്മൾ ഏതെടുക്കാം, ലോങ് പൊസിഷൻ ഇവിടുന്ന് എടുക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കാം. അപ്പോൾ അതിന് ലോങ് പൊസിഷൻ ടാർഗറ്റായിട്ട് ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ വെച്ചു. സപ്പോർട്ടായിട്ട് നിലവിലെ ആ ഈ ഒരു ക്യാൻഡലിന് താഴെ നമ്മൾ സെറ്റ് ചെയ്തു. അത് ഡിപ്പെൻഡ് നമ്മളുടെ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ പാറ്റേണിൽ എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. പല ഏരിയകളിലും നമ്മൾ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ലിക്വിഡിറ്റി, അതായത് ജസ്റ്റ് ഒരു വിക്ക് വന്ന് നമ്മുടെ ഫണ്ട് ലിക്വിഡേറ്റ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മളത് സേവ് ചെയ്യാൻ വേണ്ടി പല പാറ്റേൺസിലും നിങ്ങളത് ചേഞ്ചസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നൊരു ലോങ് പൊസിഷൻ നിങ്ങൾ എടുക്കുന്നു. അതായത് പ്രൈസ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചിലെത്തിയപ്പോൾ അത് 20,799 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ എൻട്രി എടുക്കുന്നു. നിങ്ങളുടെ ടാർഗറ്റായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്നത് 22,828. സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നതെന്ന് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 20,483. അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റ് എങ്ങനെ മൂവ് ആവുമെന്ന് നോക്കുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് സക്സസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഈ ഒരു ട്രേഡ് സക്സസ് ആയിട്ട് കണക്കാക്കുന്നു. ഇങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നു. നമ്മൾ കോഴ്സിൽ പഠിച്ചിട്ടുള്ള ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് മുകളിൽ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇൻഡിക്കേറ്ററാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ സെർച്ച് ചെയ്യാം. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കോഴ്സിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പല രീതികളിൽ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാൻ പല മെത്തേഡ്സ് പറഞ്ഞു, പല ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് കൂടുതലായിട്ടും സക്സസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ചിലപ്പോൾ നിങ്ങൾ ചുമ്മാ ഈ ഒരു പാറ്റേൺ വെച്ച് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, ഒരു ട്രേഡ് ലൈൻ പാരൽ ചാനൽ ബേസ് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റും. പാരൽ ചാനൽ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് ചെയ്യാൻ മാത്രം പറ്റും. അപ്പോൾ അതിൽ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ സ്കില്ല് എന്ന് പറയുക. ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് എന്ത് ചെയ്യാം, നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം അത് നിങ്ങൾക്ക് സഹായിക്കും. ഈ പറഞ്ഞ ടൂളുകളൊക്കെ ഉപയോഗിച്ച് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ഇത് ചെയ്ത് നിങ്ങളുടെ സക്സസ് റേഷ്യോ, നല്ല രീതിയിലുള്ള സക്സസ് റേഷ്യോ കിട്ടുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ റിയൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പോകേണ്ടത്, ട്രേഡ് ചെയ്യാനായിട്ട് കിടക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് ഫെയിലിയർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ റിയൽ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫണ്ട് പോകും. നിങ്ങൾക്ക് ഇവിടെ നല്ല സക്സസ് റേഷ്യോ കിട്ടിയതിന് ശേഷം മാത്രമേ റിയൽ അക്കൗണ്ടിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോഴും നമ്മൾ എന്ത് കീപ്പ് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് എന്നുള്ള കാര്യം നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം ഈ ഒരു മാർക്കറ്റിൽ 95% ആളുകളും മാർക്കറ്റിൽ ഫണ്ട് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 5% മാത്രം ആളുകളാണ് ഫണ്ട് ഉണ്ടാക്കുന്നത്. സോ വളരെയധികം റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മുടെ ഓരോ എൻട്രി. ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അതായത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ആത്മവിശ്വാസവും നമ്മളുടെ ട്രേഡിംഗ് മെത്തേഡിലൂടെ നല്ലൊരു സക്സസ് റേഷ്യോ വന്നതിന് ശേഷം മാത്രം റിയൽ അക്കൗണ്ടിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.